ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. അതായത് നമ്മളിപ്പോൾ ഒരാളോട് നീ പോയോ അല്ലെങ്കിൽ അവൻ പോയി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ എനിക്ക് ബസ് കിട്ടിയോ, എനിക്ക് ബസ് കിട്ടി, നീ ഫോൺ വാങ്ങിയോ, ഞാൻ ഫോൺ വാങ്ങി. ഇങ്ങനെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം ഒട്ടും അറിയാത്ത ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാനായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ ഇങ്ങനെ പറയാണ്, അവൻ പോയി. ഇപ്പം നമ്മളെല്ലാവരും മലയാളത്തിൽ പറയാറില്ല അല്ലേ? അവൾ പോയി, അവൻ പോയി, അനു പോയി, അല്ലെങ്കിൽ റഷീദ് പോയി, അങ്ങനെ സലീം പോയി, ഇങ്ങനെ പല നെയിമും വെച്ചിട്ട് അല്ലെങ്കിൽ പ്രോനൗണുകൾ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് പോയി എന്നുള്ളത്. അപ്പോൾ ഈ പോയി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് അല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അവൻ പോയി, ഹി വെൻ്റ് ആണ്. ഗോയുടെ V2 ഫോമാണ് വെൻ്റ് എന്ന് പറയുന്നത്. ഹി വെൻ്റ്, അവൻ പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, അവൻ പോയോ എന്ന് ചോദിക്കണം അല്ലേ? അവൻ പോയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ഓക്സിലറി വേണം, സബ്ജക്റ്റ്, അതിനുശേഷം നമ്മൾ വേർബാണ്. വെൻ്റ് എന്ന് പറയുന്നത് ഗോ പ്ലസ് ഡിറ്റ് ആണ് വെൻ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു വേർബും അതിൻ്റെ കൂടെ ഡിഡ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പാസ്റ്റിലുള്ള ഒരു വെർബ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ പറയാം? നീ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് ഹി ഗോ എന്നാകും. അപ്പോൾ ഹി വെൻ്റ് എന്നുള്ളത് ഡിഡ് ഹി ഗോ എന്നാകും. ഓക്കെ, അവൾക്ക് ബസ് കിട്ടി, അവൾക്ക് ബസ് കിട്ടി എന്നെങ്ങനെ പറയാം? അവൾക്ക് ബസ് കിട്ടി എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവളാണ് സബ്ജക്റ്റ്, ഷീ ഗോട്ട് ദ ബസ്. അവൾക്ക് ബസ് കിട്ടി പറയുമ്പോൾ ഷീ ഗോട്ട് ദ ബസ് അല്ലേ? ഗെറ്റിൻ്റെ പാസ്റ്റ് ആണ് ഗോട്ട് എന്ന് പറയുന്നത്. അവൾക്ക് ബസ് കിട്ടിയോ എന്നെങ്ങനെ ചോദിക്കാം? അവൾക്ക് ബസ് കിട്ടിയോ. ഡിഡ് ഷീ ഗെറ്റ് ദ ബസ് എന്നാകും. ഡിഡ് ഷീ ഗെറ്റ് ദ ബസ്. അവിടെ പിന്നെ ഗോട്ട് നമ്മൾ ആഡ് ചെയ്യോ? ഇല്ല, അവിടെ ഗോട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഡിഡ് ഷീ ഗെറ്റ് ദ ബസ്, അവൾക്ക് ബസ് കിട്ടിയോ. ഇനി എനിക്ക് ബസ് കിട്ടി എന്ന് പറയുകയാണെങ്കിലോ, ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസ് ആണല്ലേ? എനിക്ക് ബസ് കിട്ടി, ഐ ഗോട്ട് ദ ബസ്, ഐ ഗോട്ട് ദ ബസ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കൽ എങ്ങനെയാണ്? നിനക്ക് ബസ് കിട്ടിയോ എന്നാണ്. എങ്ങനെയാണ് ചോദിക്കുക? ഡിഡ് യു ഗെറ്റ് ദ ബസ്, ഡിഡ് യു ഗെറ്റ് ദ ബസ്, നിനക്ക് ബസ് കിട്ടിയോ. അവൻ എന്നെ വിളിച്ചു, അവൻ എന്നെ വിളിച്ചു. എങ്ങനെ പറയുക? അവനാണ് സബ്ജക്റ്റ്, വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹി കോൾഡ് മീ, ഹി കോൾഡ് മീ, അവൻ എന്നെ വിളിച്ചു എന്നാണ്. എന്നാൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിന്നെ അവൻ വിളിച്ചോ, നിന്നെ അവൻ വിളിച്ചോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കും? നിന്നെ അവൻ വിളിച്ചോ അല്ലേ? ഡിഡ് ഹി കോൾ യു, ഡിഡ് ഹി കോൾ, അവൻ വിളിച്ചോ, യു നിന്നെ. അപ്പം ഡിഡ് ഹി കോൾ യു, അവൻ നിന്നെ വിളിച്ചോ. ഓക്കെ, നെക്സ്റ്റ്, അവൻ എന്നോട് ക്യാഷ് ചോദിച്ചു, അല്ലെങ്കിൽ അവൻ എന്നോട് പണം ചോദിച്ചു അല്ലേ? അവൻ എന്നോട് പണം ചോദിച്ചു, അവനാണ് ചോദിച്ചത്. അപ്പം എങ്ങനെ പറയാ? ഹി ആസ്ക്ഡ് മീ ഫോർ മണി, ഹി ആസ്ക്ഡ് മീ ഫോർ മണി, അവൻ എന്നോട് പണം ചോദിച്ചു. നെക്സ്റ്റ്, നിന്നോട് അവൻ പണം ചോദിച്ചോ, നിന്നോട് അവൻ പണം ചോദിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണ്. അപ്പം എങ്ങനെ ചോദിക്കുക? നിന്നോട് അവൻ ചോദിച്ചോ എന്നാണ്. ഡിഡ് ഹി ആസ്ക് യു ഫോർ മണി, ഡിഡ് ഹി ആസ്ക് യു ഫോർ മണി, നിന്നോട് അവൻ പണം ചോദിച്ചോ. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ഫോൺ വാങ്ങി, ഞാൻ ഫോൺ വാങ്ങി, ഐ ബോട്ട് ദ ഫോൺ, ഐ ബോട്ട് ദ ഫോൺ, ഞാൻ ഫോൺ വാങ്ങി. നീ ഫോൺ വാങ്ങിയോ, നീ ഫോൺ വാങ്ങിയോ. ക്വസ്റ്റ്യൻ ആണല്ലോ. ഡിഡ് യു ബൈ ദ ഫോൺ, ഡിഡ് യു ബൈ ദ ഫോൺ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനും ആൻസറും ആണ് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലേ? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളുമാണ്. നെക്സ്റ്റ്, മിനി ഇംഗ്ലീഷ് എഴുതി, മിനി ഇംഗ്ലീഷ് എഴുതി. എങ്ങനെ പറയാം? മിനി ആണ് എഴുതിയത് അല്ലേ? മിനി റോഡ് ഇംഗ്ലീഷ്, മിനി റോഡ് ഇംഗ്ലീഷ്, മിനി ഇംഗ്ലീഷ് എഴുതി. മിനി ഇംഗ്ലീഷ് എഴുതിയോ എന്നെങ്ങനെ ചോദിക്കുക? മിനി ഇംഗ്ലീഷ് എഴുതിയോ, സിമ്പിളാണ്. ഡിഡ് മിനി റൈറ്റ് ഇംഗ്ലീഷ്, ഡിഡ് മിനി റൈറ്റ് ഇംഗ്ലീഷ്. മിനി ഇംഗ്ലീഷ് എഴുതിയോ, ഡിഡ് മിനി റൈറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, നെക്സ്റ്റ്, ഷാനു കാറ് കഴുകി,
ഷാനു കാർ കഴുകി. എങ്ങനെ പറയാ? കഴുകി എന്നുള്ളത് പാസ്റ്റ് ആണല്ലേ. ഷാനു വാഷ്ഡ് കാർ. ഷാനു വാഷ്ഡ് കാർ. എന്നാൽ ഷാനു കാർ കഴുകിയോ എന്നെങ്ങനെ ചോദിക്കും? ഷാനു കാർ കഴുകിയോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് ഷാനു വാഷ് ദ കാർ. ഡിഡ് ഷാനു വാഷ് ദ കാർ. ഷാനു കാർ കഴുകിയോ. അവൾ കരഞ്ഞു. അവൾ കരഞ്ഞു. സിമ്പിളാണല്ലേ. അവൾ കരഞ്ഞു. ഷി ക്രൈഡ്. ക്രൈഡ് പാസ്റ്റ് ആണ് ക്രൈഡ് എന്ന് പറയുന്നത്. ഷി ക്രൈഡ്. അവൾ കരഞ്ഞു. അവൾ കരഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുക? അവൾ കരഞ്ഞോ. ഡിഡ് ഷി ക്രൈ. ഡിഡ് ഷി ക്രൈ. അവൾ കരഞ്ഞോ. ഇനി ഇതിന് നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ വിളിച്ചില്ല. ഞാൻ വിളിച്ചില്ല. അവിടെ നമ്മൾ ഓക്സിലറി വരും. ഞാൻ വിളിച്ചില്ല. ഐ ഡിഡിൻറ്റ് കോൾ. ഐ ഡിഡിൻറ്റ് കോൾ. ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ? നീ വിളിച്ചില്ലേ. ഡിഡിൻ യു കോൾ. ഡിഡിൻ യു കോൾ. നീ വിളിച്ചില്ലേ. ഇനി ഞാൻ വാങ്ങിയില്ല. ഞാൻ വാങ്ങിയില്ല. ഐ ഡിഡിൻ ബൈ. ഐ ഡിഡിൻ ബൈ. ഞാൻ വാങ്ങിയില്ല. അപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ്, നീ വാങ്ങിയില്ലേ. നീ വാങ്ങിയില്ല. അവിടെ നമുക്ക് ഒബ്ജക്റ്റായിട്ട് ഫോണോ കാറോ വീടോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നീ വാങ്ങിയില്ലേ. ഡിഡിൻ യു ബൈ. ഡിഡിൻ യു ബൈ. നീ വാങ്ങിയില്ലേ. ഇനി നമ്മളിങ്ങനെ പറയണം, അവൾ ചോദിച്ചില്ല. അവൾ ചോദിച്ചില്ല എന്നെങ്ങനെ പറയാ? അവളാണ് സബ്ജക്റ്റ്. ഷീ ഡിഡിൻ ആസ്ക്. ഷീ ഡിഡിൻ ആസ്ക്. അവൾ ചോദിച്ചില്ല. അവൾ ചോദിച്ചില്ലേ എന്നെങ്ങനെ ചോദിക്കുക? അവൾ ചോദിച്ചില്ലേ. ഡിഡിൻ ഷീ ആസ്ക്. ഡിഡിൻ ഷീ ആസ്ക്. അവൾ ചോദിച്ചില്ലേ. സിമ്പിളാണല്ലേ. നെക്സ്റ്റ്, ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഐ ഡിഡിൻ സീ. ഐ ഡിഡിൻ സീ. ഞാൻ കണ്ടില്ല. നീ കണ്ടില്ലേ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡിൻ യു സീ. ഡിഡിൻ യു സീ. നീ കണ്ടില്ലേ. ഇനി ഞാൻ സിനിമ കണ്ടില്ല. ഞാൻ സിനിമ കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡിൻ വാച്ച് ദ മൂവി. ഐ ഡിഡിൻ വാച്ച് ദ മൂവി. സിനിമ, അതുപോലെ കളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളതിനെ നമ്മൾ വാച്ച് ചെയ്യുക അല്ലേ. വാച്ച് എന്നാണ് പറയേണ്ടത്. സോ ഐ ഡിഡിൻ വാച്ച് ദ മൂവി. ഞാൻ സിനിമ കണ്ടില്ല. ഇനി നീ സിനിമ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഡിൻ യു വാച്ച് ദ മൂവി. ഡിഡിൻ യു വാച്ച് ദ മൂവി. നീ സിനിമ കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളും അതിൻ്റെ ക്വസ്റ്റ്യനുകളും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓൺലി പാസ്റ്റിലുള്ള അല്ലേ. ഓക്കെ, പാസ്റ്റിലുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഇന്ന് രാത്രി ചിലപ്പോൾ ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ലൈവ് ഉണ്ടായിരിക്കും 9 മണിക്ക് ശേഷം. എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.